ഒരു മനുഷ്യൻ ഏറ്റവും സന്തോഷിക്കുന്ന സമയം എപ്പോഴാണ്? വിശന്ന് വയറ് കാലിയായി ഇങ്ങോട്ട് നിന്നിട്ട് എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോഴാണ്. അപ്പം ഉണ്ടാകുന്ന ആ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല അല്ലേ? അതാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കൊടും ചൂടത്ത് ശക്തമായ വെയിലത്ത് അധ്വാനിച്ച് അവസാനം ആ ഒരു ഗ്ലാസ് വെള്ളം ചുണ്ടിലോട്ട് പതിയുമ്പോൾ ആ സുഖമുണ്ടല്ലോ, ഭയങ്കര ഒരു കാര്യക്കെ. ആ ഒരു അവസ്ഥയാണ് ഓരോ ഇഫ്താർ മീറ്റും തരാന്നുള്ളത്. അപ്പൊ ഒരു സമൂഹം അത് ആഘോഷിക്കുമ്പോൾ മറ്റെല്ലാവരും അതോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ സന്തോഷം ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈറസിനെ പോലെ വ്യാപിക്കുക. അതാണ് ഇഫ്താർ സംഗമങ്ങൾ നമുക്ക് നൽകുന്നത്. ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും എത്ര ഹാപ്പിയാണ്. ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വിശപ്പ് എന്ന പ്രതിസന്ധിക്ക് ശേഷം വിശപ്പാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞങ്ങോട്ട് കിട്ടുമ്പോൾ ആ സന്തോഷത്തില് നമ്മൾ പരസ്പരം ആ ഒരു ചെറിയ തുള്ളി വെള്ളം, ഒരു ജ്യൂസ്, അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ്, അത് കഴിഞ്ഞ് കുറച്ച് വിവാഹ സംഭവമായിട്ടുള്ള ഒരു സദ്യയിലൂടെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം വേറെയാണ്. ഈ ഇഫ്താർ അതൊരു സ്നേഹത്തിന്റെ ഒരു മഹാ സൗന്ദര്യ പ്രളയമാണ് അല്ലെ? ഐക്യത്തിന്റെ, അഖണ്ഡതയുടെ, നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള പ്രതിജ്ഞയുടെ ഒരു രൂപഭാവമാണ് ഈ ഇഫ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലുള്ള സംഗമങ്ങൾ നടത്താൻ രാജഗിരി ഹോസ്പിറ്റലിനെ പോലെ എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഡോക്ടർ രഞ്ജിത്ത് സാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതുപോലൊരു അവസരം നമ്മൾ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതിന്. തീർച്ചയായിട്ടും നമ്മുടെ ഉസ്മാൻ ഖാന്റെ ഒരു മിമിക്രി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ വലിയ മിമിക്രിക്കാരനൊന്നുമല്ല. പിന്നെ ഇവിടെ എത്രയോ വന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച ഒരാളാണ്, ഒരു എളിയ കലാകാരനാണ്. അപ്പോൾ എൻ്റെ പരിപാടി 2-3 ഐറ്റം നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കാരണം നമസ്കരിക്കാതിനോണ്ടാണ്, പെട്ടെന്ന് നിർത്താം. ശ്രദ്ധിക്കാം. ആദ്യമായി ഞാൻ എടുക്കുന്നത് തന്നെ സാധാരണ നമ്മൾ കേൾക്കുന്ന സൗണ്ടാണ്, ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടാണ് എടുക്കുന്നത്. ഹെലികോപ്റ്റർ വളരെ അകലെ പറന്ന് നമ്മുടെ അടുത്തേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും നോക്കാം. ഹെലികോപ്റ്റർ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന് നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് എങ്ങനെ കേൾക്കാൻ നോക്കാം. സുഹൃത്തുക്കളെ, അടുത്ത് ഞാൻ ഒരു ഐറ്റം എടുക്കുന്നത് ചെറിയ ഒരു ജീപ്പിന്റെ സാധാരണ കേൾക്കുന്ന സൗണ്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ജീപ്പിന്റെ ഓണാണ്. ജീപ്പിന്റെ ബാറ്ററി അടിക്കുന്ന ഓണെന്ന് ശ്രദ്ധിക്കാം. ഒരു പ്രാവശ്യമല്ല, പലവട്ടം അടിക്കുകയാണ്, നിൽക്കാതെ അടിക്കുകയാണ് ജീപ്പിന്റെ ഓൺ കേട്ടോ. അടുത്തായി ഞാൻ എടുക്കുന്നത് നമ്മളൊക്കെ സിനിമ കാണുന്നവരാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കാം, ശ്രീ ലാലേട്ടന്റെ സൗണ്ട് നിങ്ങളുടെ മുമ്പിൽ അനുകരിക്കുന്നു. ശ്രീ മോഹൻലാലിന്റെ സൗണ്ടാണ് അനുകരിക്കുന്നത്. അത് പറയുന്നത് എന്താ അറിയോ? ആ സൗണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കാം, ശ്രീ ലാലേട്ടന്റെ സൗണ്ട്. പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലാണ്. എന്തിനാണ് എന്റെ കടപ്പാടെന്ന് നിങ്ങൾ ഒരിക്കലും എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം, ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇനിയും കാണണം, കണ്ടിരിക്കണം. അടുത്ത ഒരു ഐറ്റത്തോടുകൂടെ ഞാൻ എന്റെ പരിപാടി നിർത്തുകയാണ്. ഈ നോമ്പ് തോറായിനെ കുറിച്ച് ചെറിയൊരു കുട്ടി നിങ്ങളോട് സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും നോക്കാം നമ്മുടെ ഈ നോമ്പ് തോറ. നന്ദി.